അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 20. ലഹള അവസാനിച്ചപ്പോൾ പൗലോസ് ശിഷ്യന്മാരെ ആളയച്ചു വരുത്തി. അവരെ ധൈര്യപ്പെടുത്തിയ ശേഷം വിടവാങ്ങി മാസിഡോണിയയിലേക്ക് യാത്ര തിരിച്ചു. ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ട് സഞ്ചരിച്ച് അദ്ദേഹം ഒടുവിൽ ഗ്രീസിൽ എത്തിച്ചേർന്നു. അവിടെ 3 മാസം താമസിച്ചു. അവിടെ നിന്ന് സിറിയയിലേക്ക് കപ്പൽ കയറാൻ തുടങ്ങുന്ന അവസരത്തിൽ യഹൂദന്മാർ അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന നടത്തിയതുകൊണ്ട് മാസിഡോണിയയിലേക്ക് തിരികെ പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കയരായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബേക്കാരനായ ഗയോസും തിമോഥെയോസും ഏഷ്യ പ്രവിശ്യക്കാരായ തുഹിഹോസും ത്രോഫിമോസും അദ്ദേഹത്തെ അനുഗമിച്ചു. അവർ ഞങ്ങൾക്ക് മുമ്പായി യാത്ര ചെയ്ത് ത്രോവാസിലെത്തി. അവിടെ ഞങ്ങൾക്കായി കാത്തിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഫിലിപ്പിയയിൽ നിന്ന് യാത്ര തിരിച്ചത്. 5 ദിവസത്തിന് ശേഷം ഞങ്ങൾ ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി. 7 ദിവസം അവിടെ താമസിച്ചു. ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ചുകൂടി. പൗലോസ് ജനങ്ങളോട് സംസാരിച്ചു. പിറ്റേന്ന് യാത്രയാകുവാൻ ഉദ്ദേശിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം അർദ്ധരാത്രി വരെയും പ്രസംഗം ദീർഘിപ്പിച്ചു. ഞങ്ങൾ സമ്മേളിച്ച മാളിക മുറിയിൽ ധാരാളം വിളക്കുകൾ ഉണ്ടായിരുന്നു. യൂത്തിക്കോസ് എന്നു പേരുള്ള ഒരു യുവാവ് ഒരു ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസ് തന്റെ പ്രസംഗം ദീർഘിപ്പിച്ചപ്പോൾ അയാൾ ഗാഢനിദ്രയിലായി. 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അയാളെ എടുത്തപ്പോൾ മരിച്ചിരുന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അയാളുടെ മേൽ കിടന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. പരിഭ്രമിക്കേണ്ട, അയാൾക്ക് ജീവനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം വീണ്ടും മുകൾ തട്ടിലേക്ക് പോയി അപ്പം മുറിച്ച് ഭക്ഷിച്ചു. പ്രഭാതം വരെയും സംസാരിച്ചതിന് ശേഷം അദ്ദേഹം യാത്രയായി. ജനങ്ങൾ ആ യുവാവിനെ ജീവനുള്ളവനായി വീട്ടിൽ കൊണ്ടുപോയി. അവർ അത്യന്തം ആശ്വസിച്ചു. ഞങ്ങൾ കപ്പൽ കയറിയ നേരത്ത് തന്നെ അസൊസിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ പൗലോസിനെ കപ്പലിൽ കയറ്റാൻ ഉദ്ദേശിച്ചിരുന്നു. പൗലോസ് അസൊസിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്രമീകരണം ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ അസൊസിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തെ കൂടി കയറ്റിക്കൊണ്ട് ഞങ്ങൾ മിതുലേനയിലേക്ക് പോയി. പിറ്റേന്ന് ഞങ്ങൾ അവിടെ നിന്നും കപ്പൽ നീക്കി ഖിയോസ് ദ്വീപിന്റെ മറുവശത്തെത്തി. അതിന്റെ പിറ്റേന്ന് സാമോസ് ദ്വീപിലും അതിനടുത്ത ദിവസം മിലേത്തോസിലും എത്തിച്ചേർന്നു. സാധ്യമെങ്കിൽ പെന്തക്കൊസ്തു ദിവസമാകുമ്പോഴേക്ക് യെരുശലേമിലെത്തുവാൻ പൗലോസ് തിടുക്കം കാട്ടി. അതുകൊണ്ട് ഏഷ്യ പ്രവിശ്യയിൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം എഫെസോസിൽ ഇറങ്ങാതെ യാത്ര തുടരാൻ തീരുമാനിച്ചു. മിലേത്തോസിൽ നിന്ന് അദ്ദേഹം എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ വന്നപ്പോൾ അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഏഷ്യയിൽ വന്ന ദിവസം മുതൽ നിങ്ങളോടുകൂടെ ആയിരുന്ന കാലം മുഴുവൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യഹൂദരുടെ ഗൂഢാലോചനകൾ നിമിത്തം എനിക്ക് തീക്ഷ്ണമായ പരിശോധനകൾ ഉണ്ടായെങ്കിലും ഞാൻ വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ കർത്താവിനെ സേവിച്ചു. പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുകളിൽ വെച്ചും നിങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണമെന്നും നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കണമെന്നും ഞാൻ യഹൂദരോടും ഗ്രീക്കുകാരോടും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആത്മാവിനാൽ നിർബന്ധിതനായി യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ അറിയുന്നില്ല. കാരാഗ്രഹവും കഷ്ടപ്പാടുകളും എന്നെ കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഓരോ പട്ടണത്തിലും എനിക്ക് മുന്നറിയിപ്പ് തരുന്നുവെന്ന് മാത്രം എനിക്കറിയാം. എങ്കിലും ഞാൻ എന്റെ ജീവനെ എനിക്ക് വിലയേറിയതെന്ന് കരുതുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചിരുന്ന എന്നെ നിങ്ങളിൽ ആരും ഇനിമേൽ കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, നിങ്ങളിൽ ആരുടെയും രക്തത്തിന് ഞാൻ കുറ്റക്കാരനല്ല. ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ തന്നെയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽനോട്ടത്തിൽ ആക്കി വച്ചിട്ടുള്ള ആട്ടിൻകൂട്ടത്തെയും ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വന്തം രക്തത്താൽ കർത്താവ് വിലയ്ക്ക് വാങ്ങിയ സഭയ്ക്ക് ഇടയന്മാരായിരിക്കും. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുവാൻ മടിയില്ലാത്ത ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നുകൂടുമെന്ന് എനിക്കറിയാം. ശിഷ്യരെ
തങ്ങളുടെ പിന്നാലെ വശീകരിച്ചുകൊണ്ട് പോകുവാനായി സത്യത്തെ വളച്ച് സംസാരിക്കുന്ന ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക. ഞാൻ 3 വർഷം രാവും പകലും കണ്ണുനീരോടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരുന്നത് ഓർത്തുകൊള്ളു. ഇപ്പോൾ ഞാൻ നിങ്ങളെ ദൈവത്തിലും നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തി വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരോടും കൂടെ അവകാശം നൽകുവാൻ കഴിവുള്ള ദൈവകൃപയുടെ വചനത്തിലും ഭരമേൽപ്പിക്കുന്നു. നിങ്ങളിൽ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ ഈ കൈകളാൽ പണിയെടുത്ത് എന്റെയും എന്റെ കൂടെയുള്ളവരുടെയും ആവശ്യത്തിനുള്ള വക ഞാൻ സമ്പാദിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള കഠിനാധ്വാനം കൊണ്ട് നാം ബലഹീനരെ സഹായിക്കണമെന്ന് ഞാൻ എന്റെ എല്ലാ പ്രവൃത്തികളിലൂടെയും നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ള കർത്താവായ യേശുവിന്റെ വാക്കുകൾ ഓർത്തുകൊള്ളുക. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവരോടെല്ലാവരോടും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 3 ശബ്ബത്ത് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് അവർക്ക് ഏറ്റവും അധികം സങ്കടമുണ്ടാക്കിയത്. പിന്നെ അവർ കപ്പലിന്റെ അടുത്തുവരെ അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു.